അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സ്വഹീഹായ ഹദീസാണ് അദ്ദുന്യ സിജനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവ് വിശ്വാസിയെ സംബന്ധിച്ച് ഒരു ജയിലും അവിശ്വാസിയെ സംബന്ധിച്ച് സത്യനിഷേധിയെ സംബന്ധിച്ച് ഒരു സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് മനസ്സിലാക്കുന്നതിലൊരു പ്രയാസമുണ്ടായിരുന്ന ഒരു വ്യക്തി, ഒരു അവിശ്വാസിയായ ഒരു യഹൂദി, ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ കാലഘട്ടത്തിൽ അദ്ദേഹവുമായി ചെറിയ സംസാരം നടത്തുകയാണ്. മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ല ഫത്തുഹുൽ ബാരി എന്ന സ്വഹീൽ ബുഖാരിയുടെ വിഖ്യാതമായ ഷറഹ് വിശദീകരണം എഴുതിയിട്ടുള്ള മഹാപണ്ഡിതനാണ്. അദ്ദേഹം ഇസ്ലാമിക രാജ്യത്തെ അറിയപ്പെടുന്ന പണ്ഡിതനാണ്, അതുപോലെ തന്നെ കാളിയാണ്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വഴിയരികിൽ നിന്ന് ഈ ഒരു യഹൂദി ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലയെ തടഞ്ഞു വെച്ചു. എന്നിട്ട് ചോദിച്ചു, പ്രവാചകൻ പറഞ്ഞ ഈ ഹദീസ് ശരിയാണോ? ശരിയാണ്. അപ്പോൾ തർക്കം ആരംഭിക്കുകയാണ്. എങ്ങനെ ശരിയാകും? ദുനിയാവ് വിശ്വാസിക്ക് ജയിലും ഒരു സത്യനിഷേധിക്ക് സ്വർഗവുമാണ് എന്നാണല്ലോ പ്രവാചകൻ പറഞ്ഞത്. എന്നാൽ നമ്മുടെ തന്നെ അവസ്ഥ നോക്കൂ. അങ്ങൊരു വാഹനപ്പുറത്ത് പകിട്ടോടുകൂടെയാണ് യാത്ര ചെയ്യുന്നത്. വിശ്വാസിയായ അങ്ങ് ഇങ്ങനെയാണ് പോകുന്നത്. സത്യനിഷേധിയായ എൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ ഈ വഴിയരികിൽ നിന്ന് ഇവിടെ എണ്ണ വിറ്റ് കഴിയുകയാണ്. അപ്പോൾ ആർക്കാണ് സ്വർഗം, ആർക്കാണ് ജയിലായി അനുഭവപ്പെടുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരുപക്ഷെ കേട്ടാൽ നമുക്ക് ഉത്തരം മുട്ടിപ്പോയി എന്ന് തോന്നാവുന്ന ഒരു ചോദ്യം. മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ല ഇതിന് വളരെ മനോഹരമായാണ് മറുപടി കൊടുത്തത്. പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുമില്ല, പ്രവാചകൻ പറഞ്ഞത് കളവുമല്ല. നമ്മുടെ ഈ സാഹചര്യവും കളവല്ല, അതും ഒരു യാഥാർത്ഥ്യമാണല്ലോ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ അർത്ഥം, ദുനിയാവ് ഒരു വിശ്വാസിക്ക് ജയിലാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, മരണം കഴിഞ്ഞ് പരലോകത്ത് സ്വർഗം വിധിക്കപ്പെട്ട് സ്വർഗത്തിലേക്കെത്തി അവിടുത്തെ അനുഗ്രഹങ്ങൾ, അനുഭൂതികൾ ആസ്വദിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരു വിശ്വാസി പറയും, അല്ലെങ്കിൽ ആ വിശ്വാസിക്ക് ബോധ്യപ്പെടും, എത്ര തന്നെ മനോഹരമായ അനുഭൂതികൾ ആസ്വദിച്ച് ദുനിയാവിൽ നിന്ന് ജീവിച്ച വ്യക്തിയാണെങ്കിലും ഒരു വിശ്വാസി സ്വർഗീയ അനുഭൂതികൾ ആസ്വദിച്ചു തുടങ്ങുന്ന സമയം അവൻ തിരിച്ചറിയും ദുനിയാവ് ഒരു ജയിലറയായിരുന്നു എന്ന്. നേരെ തിരിച്ചും, എത്ര കഷ്ടപ്പെട്ട് നരകിച്ച് ഇവിടെ നിന്ന് ജീവിക്കുന്ന ഒരു സത്യനിഷേധിയാണെങ്കിലും നാളെ പരലോകത്ത് നരകത്തിലെ അവൻ്റെ അനുഭവങ്ങൾ അവൻ അനുഭവിച്ചു തുടങ്ങുമ്പോൾ അവൻ തിരിച്ചറിയും, ദുനിയാവ്, ഇഹലോകം, അവൻ ജീവിച്ചിരുന്ന ഇഹലോകത്തെ ആ പ്രയാസപ്പെട്ട ജീവിതം എന്ന് പറയുന്നത് സ്വർഗമായിരുന്നു എന്നവൻ തിരിച്ചറിയുകയും ചെയ്യും. അതാണ് ഈ ഹദീസിൻ്റെ അർത്ഥമെന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. മനോഹരമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.